ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. വാഹനാപകടങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പത്രങ്ങളിൽ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു, 4 കുട്ടികൾ അപകടത്തിൽ മരണപ്പെട്ട കാര്യം. അതായത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം. ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിതത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 5 പേര്, അതിൽ ഒരാൾ രക്ഷപ്പെട്ടു, 4 പേര് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് വഴി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എക്സാം കഴിഞ്ഞ് പോകുന്ന വഴി ഇങ്ങനെ ഞങ്ങൾ മരണപ്പെടുമെന്ന്, അല്ലേ? അപ്പം അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം തന്നെ അനുശോചിക്കുകയാണ്. ആ കുട്ടികളുടെ വേർപാടിൽ ആ കുടുംബത്തോടൊപ്പം നിന്ന് അനുശോചിക്കുകയാണ്. അതോടൊപ്പം നമുക്കിനി പറയാനുള്ളത് ഈ വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ എല്ലാം കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്: ലോകത്തിലെ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ നടക്കുന്ന റെക്കോർഡ് ആർക്കെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് ഇന്ത്യക്കാണ് നൽകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് മികച്ച റോഡുകളുടെ അഭാവം. 2 വാഹനങ്ങൾ കണ്ടീഷൻ ഇല്ലാത്ത വാഹനങ്ങളുടെ പ്രശ്നം. മൂന്നാമത്തേത് മികച്ചൊരു ഡ്രൈവിംഗ് സംസ്കാരം ഇല്ലാത്ത ഒരവസ്ഥ. അതായത് വാഹനം ഓടിക്കുന്നവർക്കാണെങ്കിലും റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റു കാൽനട യാത്രക്കാരായ ആളുകൾക്കാണെങ്കിലും എല്ലാം ഗതാഗത സംസ്കാരം ഇല്ലാത്ത അവസ്ഥ, അതുപോലെ നിയമങ്ങൾ പാലിക്കപ്പെടാത്ത അവസ്ഥ. ഇത്തരമെല്ലാ സാഹചര്യങ്ങളിലാണ് നമുക്ക് വാഹനാപകടങ്ങൾ ഒരുപാട് പെരുകുന്നത്, അല്ലേ? അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് വാഹനാപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? അതായത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഈ സംഭവിച്ച അപകടത്തിന് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അതുമായി ചേർത്ത് വെക്കാവുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ 4 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാഹനാപകടങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതി വാഹനാപകടങ്ങൾക്ക് ഉണ്ട്. അത് ട്രയൽ റൺ എന്ന നിലയിൽ അസം, ചണ്ഡീഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഒരു 4 മാസം മുമ്പ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനി അടുത്ത 3 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പിലാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപാട് സംവിധാനങ്ങളുമായി സഹകരിച്ചിട്ട്, അതായത് ഇൻഷുറൻസ് ഓഫീസുകളും അതുപോലെ പോലീസും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ, ആയുഷ്മാൻ ഭാരത് പോലുള്ള ഹോസ്പിറ്റൽ ശൃംഖലകളും ആയുഷ്മാൻ ഭാരത് എന്നുള്ള പദ്ധതിയും എല്ലാം കൂടെ ചേർന്ന് സഹകരിച്ചിട്ടാണ് ഇത്തരം ഒരു ട്രയൽ റൺ നടത്തുന്നത്, ഇത്തരം ഒരു പദ്ധതിയും പ്രാബല്യത്തിൽ വരുത്തുന്നത്. അതുകൊണ്ട് ഈ 1.5 ലക്ഷം രൂപ വരെ, അതായത് വാഹനാപകടത്തിൽ ഗുരുതരമായോ അതീവ ഗുരുതരമായോ അപകടം പറ്റിയ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. അതായത് ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്, പെട്ടെന്ന് ക്യാഷ് ആവശ്യമുള്ള സാഹചര്യങ്ങളാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ക്യാഷ് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് ചികിത്സയെല്ലാം നിഷേധിക്കപ്പെടാറുണ്ട്, അല്ലേ? അപ്പം ചിലപ്പം വലിയ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കപ്പെടേണ്ടി വരും. അപ്പം പെട്ടെന്ന് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ചികിത്സ നിഷേധിക്കപ്പെടാനുള്ള അവസരങ്ങൾ കൂടുതലാണ് ക്യാഷ് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരുതരമായും അതീവ ഗുരുതരമായും അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് അവർക്ക് ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റുള്ള സംവിധാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി, അതായത് ഇൻഷുറൻസ് അല്ല, ഒരു ചികിത്സാ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ട്രയൽ റണ്ണായി അസം, ചണ്ഡീഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അത് ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ പോവുകയാണ്. അത് അടുത്ത 3 മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം, എന്താണെന്ന് അപ്ഡേറ്റായി വന്നിരിക്കുന്ന കാര്യമെന്ന് കേട്ടോ. വാഹനാപകടം 1.5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ 3 മാസത്തിനുള്ളിൽ. വാഹനാപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് പണമടയ്ക്കാതെ 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതി 3 മാസത്തിനുള്ളിൽ രാജ്യമാകെ നടപ്പാക്കും. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചത്. മാർച്ചിൽ ആരംഭിച്ച പൈലറ്റ് പദ്ധതി വഴി 2100 പേരുടെ ജീവൻ രക്ഷിച്ചതായി അദ്ദേഹം പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിലാണ് ഒരാഴ്ചത്തെ ചികിത്സ ലഭ്യമാക്കുക.
തുക അതത് മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്ന് ആശുപത്രികൾക്ക് നൽകും. ദേശീയ ആരോഗ്യ അതോറിറ്റി, പോലീസ്, എംപാനൽ ചെയ്ത ആശുപത്രികൾ, സംസ്ഥാന ആരോഗ്യ വകുപ്പ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ, ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ എന്നിവയും പദ്ധതിയിൽ പങ്കാളികളാവും. പദ്ധതിക്ക് പണം കണ്ടെത്താൻ ഇൻഷുറൻസ് കമ്പനികളുടെ സഹായം ഗതാഗത മന്ത്രാലയം തേടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുകയുടെ 22.97% മോട്ടോർ വാഹനാപകട ഫണ്ടിലേക്ക് മാറ്റണമെന്നാണ് മന്ത്രാലയത്തിൻ്റെ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല അതോറിറ്റികളുമായി ചേർന്ന് സഹകരിച്ചാണ് ഇത്തരം ഒരു പദ്ധതി കേന്ദ്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇൻഷുറൻസുകാരുണ്ട്, പോലീസുണ്ട്, ആശുപത്രികളുണ്ട്, സംസ്ഥാന ആരോഗ്യ വകുപ്പ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ, പിന്നെ ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ, അങ്ങനെ പലവരും ചേർന്നിട്ടും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ക്ലബ്ബ് ചെയ്തും കൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി നമുക്ക് വേണ്ടിയിട്ട് കേന്ദ്രം തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് പേര് സാധാരണക്കാർ ചിലപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ ഒരു ചിന്തയും ഇല്ലാതെ നടക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെടുക. അതായത് ഒന്നുകിൽ വാഹനത്തിൽ ഓടിക്കുന്നവർക്കായിരിക്കും, അതല്ലെങ്കിൽ വെറുതെ കാൽനട യാത്രക്കാരോ മറ്റു വാഹനങ്ങളിലുള്ളവരോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത്. അപ്പം സീരിയസ് ആയ കണ്ടീഷൻസ് ആണെങ്കിൽ, പെട്ടെന്ന് തന്നെ ക്യാഷ് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ 1.5 ലക്ഷം രൂപ വരെ ഒരു സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്രം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാർച്ചിൽ തുടങ്ങിയതാണ്. പിന്നെ അസം, ചണ്ഡീഗഡ് പോലുള്ളവിടത്താണ് ട്രയൽ റൺ ചെയ്തത്. അതിനിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അത് അടുത്ത 3 മാസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് എല്ലാവരുടെ അറിവിലേക്കായി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം പലപ്പോഴും അറിവില്ലായ്ക കൊണ്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങളെല്ലാം നഷ്ടപ്പെടാറുണ്ട്. അപ്പം ഈ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവ് എന്ന നിലയ്ക്കാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് അറിഞ്ഞു വയ്ക്കുക. അപ്പം അടുത്ത 3 മാസത്തിനകം ഇത് എല്ലായിടത്തും പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.